قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد صدق الله العلي العظيم. നാം സൂറത്ത് ആലു ഇമ്രാനിലെ തുടക്കത്തിലെ 7 ആയത്തുകളുടെ ആശയമാണ് കഴിഞ്ഞ ആഴ്ച വിവരിച്ചത്. 8ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിവരിക്കാൻ പോകുന്നത്. ഈ സൂറത്തിന്റെ നാമം ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം എന്നാകുന്നു. ഈ പേര് ഈ സൂറത്തിന് വരാൻ ഉള്ള കാരണം ഈ സൂറത്തിലെ 33ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരിൽ നിന്ന് ആദം നബിയെയും നൂഹ് നബിയെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഒരായത്തുണ്ട്. അതിൽ ഇമ്രാൻ കുടുംബം എന്ന ആ നാമമാകുന്നു ഈ സൂറത്തിന്റെ പേര്. ഈ ഇമ്രാൻ കുടുംബം എന്ന് പറയുമ്പോൾ മറിയം ബീവിയുടെ പിതാവിന്റെ പേരാകുന്നു ഇമ്രാൻ. അപ്പോൾ മറിയം ബീവിയുടെ കുടുംബ നാമമാകുന്നു ഈ സൂറത്തിന്റെ പേര് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ 2ാമത്തെ സൂറത്താണ് ആലു ഇമ്രാൻ എന്ന് നമുക്കറിയാം. മറിയം ബീവി ആവട്ടെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവാണ്. മുസ്ലിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വെറും ഒരു പ്രവാചകനായിട്ടല്ല, 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മൊത്തം പ്രവാചകന്മാരുടെ നേതാക്കന്മാരായ 5 പ്രവാചകന്മാരിൽ ഒരാളായിട്ടാണ് മുസ്ലിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുന്നത്. ആ ഈസാ നബിയുടെ മാതാവിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്ത് മറിയം. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരേ ഒരു വനിത മറിയം ബീബി ആകുന്നു. ഈവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരുടെയോ പെൺമക്കളുടെയോ പേര് പോലും ഖുർആനിൽ ഇല്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മറിയം ബീവിയുടെയും നാമങ്ങൾ ഖുർആനിൽ അനേകം പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനം മുതൽ പ്രതിപാദിക്കുന്ന സൂറത്ത് മറിയം, അതുപോലെ തന്നെ ഈ ആലു ഇമ്രാനിൽ തന്നെയും ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, ഈസാ നബിയുടെ ജനനത്തെ കുറിച്ചെല്ലാം വിവരണം ഉണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ്? അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് അവർ കാണുന്നത്? ഖുർആനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? അവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലുള്ള വാരികകളിലും മാഗസിനുകളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാർട്ടൂണുകൾ വരുന്നു.
അതിനെതിരെ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്നു. മറിച്ച് നബിയെ ഇകഴ്ത്തിക്കൊണ്ട് കാർട്ടൂൺ വരക്കുന്നവർക്കെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് പ്രൊട്ടക്ഷനാണ്. നബിയുടെ കുടുംബത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നോവലുകൾ എഴുതി കഴിഞ്ഞാൽ അവർക്ക് അവാർഡുകളുടെ പ്രളയമാണ്. മുസ്ലിങ്ങൾ എങ്ങാനും അവരുടെ മേൽ കൈവെക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് SPG പ്രൊട്ടക്ഷനാണ്. ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ലഭിക്കുന്ന അതേ പ്രൊട്ടക്ഷനാണ്. ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ചും പ്രിയ പത്നിമാരെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്ക മദീനയെ കുറിച്ചുമൊക്കെയുള്ള അവരുടെ നിലപാട് എന്താണ്? അതോടൊക്കെ ഒപ്പം അവര് ക്രിസ്തുമതം എന്നാൽ വലിയ സഹിഷ്ണുതയുടെ മതമാണ്. ക്രൈസ്തവ പാതിരിമാർ എന്നാൽ കണ്ടാൽ തന്നെ എല്ലാവർക്കും ആദരവ് തോന്നുന്ന രൂപത്തിലാണ് അവരെ അവതരിപ്പിക്കുക. സിനിമകൾ എടുത്തു നോക്കിക്കോളൂ, കഥകൾ നോക്കൂ, നോവലുകൾ നോക്കൂ, അവരെ പ്രത്യേകം ആദരവർഹിക്കുന്ന അങ്ങേയറ്റത്തെ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും വക്താക്കളായിക്കൊണ്ടാണ് അവതരിപ്പിക്കുക. എന്നാൽ മുസ്ലിം കഥാപാത്രങ്ങളെ, നബിയുടെ കുടുംബത്തെ അവർ എങ്ങനെയാണ് കാണുന്നത്, കൈകാര്യം ചെയ്യുന്നത്? എന്നാൽ ഈ പറഞ്ഞ ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മാതാവിനെയും ആദരിക്കുകയും അവരൊക്കെ ജീവിച്ച പ്രദേശത്തെ പുണ്യഭൂമിയായി കാണുകയും അങ്ങോട്ട് തീർത്ഥാടനം ചെയ്യുന്നത് പുണ്യമായി മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങൾ അസഹിഷ്ണുക്കളാണ്, വർഗീയവാദികളാണ്, ഭീകരന്മാരാണ്, തീവ്രവാദികളാണ്. ഈ രാജ്യങ്ങളിലുള്ള മീഡിയകളും ഭരണകൂടങ്ങളുമെല്ലാം മുസ്ലിങ്ങളെ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ഈ പരിശുദ്ധ ഖുർആനുമായി തുലനം ചെയ്തുകൊണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഖുർആന്റെ പേര് തന്നെ ഫുർഖാൻ എന്നാകുന്നു. ഉരക്കല്ല്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ആര് പറയുന്നത് ശരിയാണ്, ആര് പറയുന്നത് ശരിയല്ല, ഇത്യാദി എല്ലാ കാര്യങ്ങളും ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വ്യവച്ഛേദിച്ച് വേർതിരിച്ച് നെല്ലും പതിരും മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടിയാണ് സാന്ദർഭികമായി ഇതിൻ്റെ പേരിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത്. നമുക്ക് ഈ 8-ാമത്തെ ആയത്ത് മുതലുള്ള വിവരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ 7-ാമത്തെ ആയത്തിൽ പരിശുദ്ധ ഖുർആനിൽ മുഹ്കമാത്ത്, മുത്തശാബിഹാത്ത് ഇങ്ങനെ 2 വിധം ആയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മുഹ്കമാത്താകുന്നു ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ സാരാംശം, അഥവാ മനുഷ്യർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകാൻ വേണ്ടി ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശരീഅത്ത്, നിയമസംഹിത ഉൾപ്പെടെ എല്ലാം വിവരിച്ചിട്ടുള്ളത് മുഹ്കമാത്തായ ആയത്തുകളിൽ ആകുന്നു. മുഹ്കമാത്തായ ആയത്തുകൾക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ 1-2 ഉദാഹരണങ്ങൾ നാം ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം അതാകുന്നു നാം ജീവിതത്തിൽ പകർത്തേണ്ടത്, നാം ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ മുത്തശാബിഹാത്ത് എന്നാൽ സദൃശമായ ആയത്തുകൾ, കൃത്യമായി അവ്യക്തമായ ആയത്തുകൾ, കൃത്യമായി അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതിയാകുന്നു. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ, വിജ്ഞാനം കരസ്ഥമാക്കാൻ 5 കവാടങ്ങളാണുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ അങ്ങേയറ്റത്തെ പരിമിതികൾ ഉള്ളതാണ്. ഒരു നിശ്ചിത ദൂരത്തിലധികം കാണാൻ സാധ്യമല്ല. ഒരു നിശ്ചിത ഡെസിബലിൽ കൂടുതലുള്ളതോ കുറവുള്ളതോ നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആ പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗൈബായ, അദൃശ്യമായ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ പരിപൂർണമായി അത് മനസ്സിലാക്കാൻ സാധിക്കൂ.
അതോടൊപ്പം അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്ക് ഒരളവോളമൊക്കെ അതിൽ നിന്ന് ചിലത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്മാർക്കും അപ്രകാരം തന്നെയാണ്. കാരണം പ്രവാചകന്മാർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല ഉള്ളത്, ആറാമത്തെ ഒരു ഇന്ദ്രിയം കൂടിയുണ്ട്. അതാകുന്നു വഹ്യ്, ദിവ്യ വെളിപാട്. അത് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് അറിയാൻ സാധിക്കും. പക്ഷെ ആ പ്രവാചകന്മാർക്കും അല്ലാഹു തആല എന്തൊന്ന് അറിയിച്ചു കൊടുത്തുവോ അത് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഈ ഗൈബായ കാര്യങ്ങളെ കുറിച്ച്, പാരത്രിക ലോകത്തെ കുറിച്ച് വിവരിക്കേണ്ടതായ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് വേളയിൽ കണ്ടതുപോലെയുള്ള സംഗതികൾ. ഇനി പ്രവാചകന്മാർ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ജനങ്ങളെക്കാൾ കൂടിയ അറിവ് ആവശ്യമാണ്. എന്നതുപോലെ തന്നെയാണ് പണ്ഡിതന്മാർ, ഇൽമിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾ. അവർക്കും ഈ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ്. പ്രവാചകന്മാർ എന്തൊരു ദൗത്യമാണോ ഇവിടെ നിർവഹിച്ചത് അത് നിർവഹിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെക്കാൾ കൂടുതൽ ഗ്രാഹ്യം പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തശാബിഹാത്തായ, അവ്യക്തമായ പല ആയത്തുകളും പണ്ഡിതന്മാർക്ക് വ്യക്തമായിരിക്കും. അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും, പല ആയത്തുകളും, പല ഹദീസുകളും, പല നിയമങ്ങളും നമുക്ക് നേർക്ക് നേരെ ഖുർആനോ ഹദീസോ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. എന്നാൽ പണ്ഡിതന്മാർ അത് വിവരിക്കുമ്പോൾ ഒരു വിരുത്തിപ്പൂവ് അതിങ്ങനെ വിടർത്തി ഇങ്ങ് വെക്കുമ്പോൾ അത് മനോഹരമായി പൂർണ്ണമായി കാണത്തക്ക ഒരവസ്ഥയിൽ ആ വിരുത്തിപ്പൂവ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് വിരുത്തുന്നതിന് മുൻപ് നമുക്ക് സാധിക്കുകയില്ല. എന്നതുപോലെ ചില കാര്യങ്ങൾ, ചില ആയത്തുകൾ നമുക്ക് അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നുകിൽ തീരെ മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭാഗികമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കുറെ തെറ്റിദ്ധാരണകളും അവ്യക്തതകളും പഠിച്ചു കഴിഞ്ഞാലും നമുക്കുണ്ടാകും. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിങ്ങനെ വിവരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള, നിങ്ങൾ കൊണ്ടിരിക്കുന്ന രണ്ട് തഫ്സീർ തന്നെ നോക്കൂ. ആയത്തിന്റെ പരിഭാഷ ഇനി കൊടുത്തിട്ടുണ്ടാവും. ആ പരിഭാഷ വായിച്ചാൽ ആ ആയത്തിന്റെ ആശയത്തിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ കുറച്ച് മനസ്സിലാവും, ചിലപ്പോൾ പകുതി മനസ്സിലാകും. എന്നാൽ അതേ ആയത്ത് ഈ മുഫസ്സിരീങ്ങൾ അതിൻ്റെ ശേഷം വിവരിക്കുമ്പോൾ, ആ തഫ്സീർ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇത് തന്നെ ഓരോരുത്തരുടെ പാണ്ഡിത്യത്തിന്റെ ആഴമനുസരിച്ച് അവരത് വിവരിക്കുമ്പോൾ കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തശാബിഹായ ആയത്തുകൾ പല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മുത്തശാബിഹായിരിക്കുകയില്ല, അവർക്ക് ഒരളവോളം വ്യക്തമായിരിക്കും. എന്നാൽ ഈ പണ്ഡിതന്മാർക്ക് പോലും അശേഷം ഉൾക്കൊള്ളാൻ, പൊരുളറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഗൈബായ കാര്യങ്ങൾ. അത് അവർക്ക് പോലും മനസ്സിലാകുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയൂ. അപ്പൊ അതിന്മേ കെട്ടിച്ചിട്ടേണ്ടതില്ല. എന്നാ പിന്നെ എന്തിനാണ് ഖുർആനിൽ അത് അവതരിപ്പിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞതാണ്, അവതരിപ്പിച്ചത് നാം ഈ ലോകത്ത് നശ്വരരാണ്, ഈ ലോകത്ത് നിന്ന് എപ്പോഴും വിട പറയേണ്ടവരാണ്. അനശ്വരമായ പാരത്രിക ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ ജീവിതം, യഥാർത്ഥ ജീവിതം അവിടെയാണ്. ആ ജീവിതത്തെക്കുറിച്ച് ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അതിനു വേണ്ടിയാണ് ഖബറിലെ ജീവിതം, മഹ്ശറ, വൻസഭ, സിറാത്ത് പാലം, സ്വർഗ നരകങ്ങൾ, അവിടെയുള്ള മലക്കുകൾ, അവരുടെ പ്രവൃത്തികൾ ഇത്യാദി കാര്യങ്ങൾ അല്ലാഹു തആല വിവരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിത്രം ലഭിക്കാൻ ഈ മുത്തശാബിഹാത്തായ ആയത്തുകൾ മുഖേന സാധിക്കും. അതിലപ്പുറം അതിന്റെ യാഥാർത്ഥ്യം, മീസാൻ എന്ന തുലാസ്,
നമ്മുടെ അമലുകൾ തൂക്കാനുള്ളതാണ്, ശരി. എന്നാൽ എങ്ങനെയായിരിക്കും അത്? നമുക്ക് പരിചിതമായ തുലാസ്, ആ തുലാസ് പോലെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ ഒരിക്കലും ശരിയാകുകയില്ല. അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ചെറിയ ബാല്യത്തിലുള്ള ഒരു കുട്ടിയോട് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതുപോലെ. അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു തആല അവതരിപ്പിച്ച മുഹ്കമാത്താവട്ടെ മുത്തശാബിഹാത്താവട്ടെ, എല്ലാറ്റിനും ഒരു ധർമ്മമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് ആവശ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കത് അതിന്റെ പൊരുൾ, അതിന്റെ ആന്തരാർത്ഥം പൂർണ്ണമായി വ്യക്തമായില്ല എന്നതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് വരുന്നില്ല, അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാകുന്നു അല്ലാഹു തആല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് മുഹ്കമാത്തായ ആയത്തുകളെ പോലെ മനസ്സിലാകുമെന്ന് കരുതി അല്ലെങ്കിൽ അതിങ്ങനെ ചുരുളഴിക്കാൻ ശ്രമിച്ചാൽ വഴികേടിലാക്കാണ് പോകുക. അതിന് നിൽക്കരുത് എന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. അങ്ങനെ അതിമ കെട്ടിച്ചിട്ടിക്കൊണ്ടിരിക്കുന്നവർ അവര് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് ആണ് അവർ അത് കെട്ടിച്ചിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. ഇനി തുടർന്നുള്ള ആയത്തിൽ ഒരു ദുആയാണ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നാഥ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്തുമാറാകരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. ഇന്നക അൻതൽ വഹാബ്, നീയാകുന്നു അത്യുദാരനായ നൽകുന്നവനായവൻ. ഈ ആയത്തിന്റെ പ്രസക്തി, ഈ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ഹിദായത്ത് നൽകാൻ അല്ലാഹു തആല അവതരിപ്പിച്ചതാണെങ്കിലും ഇതേ ഖുർആൻ മുഖേന, ഇതേ ആയത്തുകൾ മുഖേന അല്ലാഹു തആല കുറെ ആളുകളെ ഹിദായത്തിലാക്കും. യഹ്ദി ബിഹി കസീറൻ വയുദില്ലു ബിഹി കസീറ, വേറെ കുറെ ആളുകൾ അല്ലാഹു തആല വഴികേടിലാക്കുകയും ചെയ്യും. നല്ല സതുദ്ദേശത്തോടുകൂടി, സത്യാന്വേഷണ വാഞ്ചയോടുകൂടി, ഇതിൽ നിന്ന് എനിക്ക് നേർമാർഗം ലഭിക്കണം, എന്റെ വിജയപാത കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ, അത് പാരായണം ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരക്കാർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകും. എന്നാൽ ഇതേ ഖുർആൻ തന്നെ അബൂജഹലിനോ ജോസഫ് ഇടമുറുകിനോ അതുപോലെയുള്ള ആളുകൾക്കോ വഴികേടാണ് നൽകിയത്. അപ്പോൾ ഈ മുത്തശാബിഹാത്തായ ആയത്തുകളിൽ കെട്ടിപ്പിണഞ്ഞുകൊണ്ട് വഴികേടിലാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ. ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ ചാഞ്ചാട്ടമുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ് ഈ ആയത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുന്നത്. തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം വിവരിക്കുക നമുക്ക് സാധ്യമല്ല. ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളാണ് ഇത് സംബന്ധമായി. അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബി സരിഫ് ഖുലൂബനാ അലാ തഅതിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിന്റെ താഴത്തിലായിക്കൊണ്ട്, നിന്റെ അനുസരണത്തിലായിക്കൊണ്ട് ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ദുആ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ആശയം തന്നെയാണ്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തുമാറാകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നതാണ്. ഇത് നാം എല്ലായ്പ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ പതിവ് ദുആകളിൽ ഇത് ഉൾപ്പെടുത്തണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു,
ഫഹൽ തഖാഫു അലൈനാ, ഇങ്ങനെ നിർമാർഗം ലഭിച്ചു കഴിഞ്ഞ ശേഷം, മുസ്ലിമായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ വഴികേടിലാകുമെന്ന് താങ്കൾ ഭയപ്പെടുന്നുവോ നബിയെ? കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതെ. എത്രയോ ആളുകളുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാം, ഖത്തീബന്മാരാണ്, ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന രൂപത്തിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുക. പല യുക്തിവാദികൾ പോലും ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു, ഇമാമത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ പിൻപറ്റുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ പോലും ഉണ്ട്. ഇനി അതല്ല, മുസ്ലിം സമൂഹത്തിൽ ഗണനീയമായ ഒരു ഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളുണ്ട്. നേർക്ക് നേരെ പരിശുദ്ധ ഖുർആൻ സബഉൽ മുബിഖാത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ സമുദായത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരായി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതെ, ഈമാൻ കൈക്കൊണ്ട് കഴിഞ്ഞ ശേഷം വഴികേടിലായി പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാഹ്, മനുഷ്യ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ഇരു വിരലുകൾക്കിടയിലുള്ളതാണ്. അതായത് മുത്തശാബിഹാത്താണ്. ഇരു വിരൽ എന്ന് പറയുമ്പോൾ അള്ളാഹു തആലയുടെ വിരലിനെ കുറിച്ച് ഗവേഷണം നടത്തണ്ട. ഇവിടെ ഒരു മഹത്തായ ആശയം പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന്റെ ഇരു വിരലുകൾക്കിടയിലാണ് മനുഷ്യ ഹൃദയങ്ങൾ. യുഖല്ലിബുഹാ കൈഫ യശാ, എപ്രകാരമാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് അപ്രകാരം അതിനെ അള്ളാഹു തആല അങ്ങനെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കും. ഹിദായത്തിലായവരായിരിക്കും അവർ ളലാലത്തിലേക്ക് പോകും, ളലാലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അവർക്ക് ഹിദായത്ത് ലഭിക്കും. ഇതിന് രണ്ടിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞവർ എപ്പോഴും ആ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഈ മുത്തശാബിഹാത്തിനെയും മുഹ്കമാത്തിനെയും കുറിച്ച് പറഞ്ഞ ഉടനെയാണ് അല്ലാഹു തആല ഈ ദുആ പഠിപ്പിക്കുന്നത്. ഈ ദുആയുടെ തഫ്സീറായിക്കൊണ്ടാണ്, വിശദീകരണമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ദുആകൾ നമ്മെ പഠിപ്പിക്കുന്നത്. റബ്ബന, ആ ദുആ തുടരുകയാണ്, റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ, നാഥ, നീ ജനങ്ങളെല്ലാവരെയും ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും മരണാനന്തര ജീവിതത്തിൽ. ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ വാഗ്ദത്തം ലംഘിക്കുകയില്ല. അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഖിയാമത്ത് നാൾ, ആ വിചാരണ വൻസഭ, ആ സ്വർഗ നരകങ്ങൾ ലഭിക്കുന്ന നാൾ, അത് വന്നെത്തുക തന്നെ ചെയ്യും. അല്ലാഹു തആല ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇന്നല്ലദീന കഫറു, എന്നാൽ ഈ പാരത്രിക ജീവിതത്തെ കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ച്, ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് അവിശ്വസിക്കുന്നവർ, അത് തള്ളിക്കളയുന്നവരായ ആളുകൾ, ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ, അവരുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും തന്നെ അള്ളാഹുവിങ്കൽ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്താണ് ഈ തൊട്ട ശേഷം ഈ കാര്യം പറയാൻ കാര്യം? അതായത് മനുഷ്യന് ഹിദായത്ത് ലഭിക്കുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ പ്രതിബന്ധമാകുന്നത് വിലങ്ങ് തടിയാകുന്നത്. ഇനി ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞവർക്ക് തന്നെ ആ നേരായ മാർഗത്തിൽ ജീവിക്കാൻ, അവരെ ജീവിക്കുന്ന വിഷയത്തിൽ അവരെ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ പിറകോട്ട് വലിക്കുന്നത് മുഖ്യമായും രണ്ട് സംഗതികളാണ്. ഒന്ന് അംവാലുഹും, ഒന്ന് അവരുടെ സമ്പത്ത്, ഔലാദുഹും, അവരുടെ സന്താനങ്ങൾ. സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ ആൾ ബലം, സ്വാധീനം, ഇതെല്ലാം അതിൽ ഉൾച്ചേരുന്നുണ്ട്. അപ്പോൾ സമ്പത്തും സന്താനങ്ങളുമാണ് മനുഷ്യനെ നേരായ മാർഗത്തിൽ ജീവിക്കുന്നതിൽ നിന്ന്, ഹിദായത്ത് ലഭിക്കുന്നതിൽ നിന്ന്
ലഭിച്ചു കഴിഞ്ഞ ശേഷം ആ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യം. ഖുറൈശികളെ പിന്തിരിപ്പിച്ചത് അതായിരുന്നു. ഇക്കാലത്തും ഹിദായത്ത് ലഭിക്കാൻ സൗഭാഗ്യമില്ലാത്ത, ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷവും അത് സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന, അതിന് വിഘാതമാക്കി തീർക്കുന്നത് ഈ ഐഹിക ജീവിതത്തിൽ ഉള്ള അവരുടെ സമ്പത്തും സന്താനങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാമാണ്. എന്നാൽ ഏതൊരു കാര്യങ്ങളാണോ അവരെ നേരായ മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയത്, അതൊന്നും തന്നെ അള്ളാഹുവിന്റെ സന്നിധിയിൽ നാളെ പാരത്രിക ലോകത്ത് അവർക്ക് ഉപകരിക്കുകയില്ല. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളുമൊന്നും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ ശരീഅത്ത് ഫോളോ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ വിമുഖരാക്കാതിരിക്കട്ടെ, നിങ്ങളെ തടയാതിരിക്കട്ടെ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സത്യവിശ്വാസികൾക്കും വിശ്വാസം കൈക്കൊണ്ട് കഴിഞ്ഞ ശേഷം ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് സമ്പത്തും സന്താനങ്ങളും വിഘാതമായി തീരും. ഒരുപാട് സംഗതികളുണ്ട്, പക്ഷെ അതിൽ മുഖ്യം ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് ഇതാകുന്നു. നമ്മുടെ സമ്പത്ത് അല്ലാഹു തആല കൽപ്പിച്ച മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന സമ്പത്തിനോടുള്ള നമ്മുടെ ആർത്തിയാണ്. ഇനി സമ്പത്തിനോടുള്ള നമ്മുടെ ആർത്തി, അത് സമ്പാദിക്കണം, അത് ഒരുമിച്ച് കൂട്ടണം എന്നൊക്കെ നമുക്ക് മോഹമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ സാമ്പത്തിക താല്പര്യങ്ങൾ നമ്മിൽ മുഴച്ചു നിൽക്കാനുള്ള മുഖ്യ കാരണം എന്താണ്? സന്താനങ്ങളാണ്. നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാൻ, അവർക്ക് ബാക്കി വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തടയുന്നതാണ്. സത്യനിഷേധികൾക്ക് സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് ഇത് വിഘാതമാകുന്നുവെങ്കിൽ, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന് ഇത് തടയുന്നു. എന്നാൽ അങ്ങനെയുള്ളവർക്ക് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇതൊന്നും ഉപകരിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവർ നരകത്തിലെ ഇന്ധനങ്ങളാകുന്നു, നരകമാകുന്നു അവരുടെ സങ്കേതം. ഫിറഔനെയും അതുപോലെ മുൻകഴിഞ്ഞു പോയ തലമുറകളെയും പോലെ ഈ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന് വിഘാതമായത്. എന്നാൽ അതൊന്നും തന്നെ അവർക്ക് പ്രയോജനം ചെയ്തില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അവർ തള്ളിക്കളഞ്ഞു, കളവാക്കി. അള്ളാഹു തആല അവരുടെ പാപകർമ്മങ്ങൾ മുഖേന, അവരുടെ നിഷേധം മുഖേന അവരെ പിടികൂടി. അല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അള്ളാഹു തആല ധാരാളം അവസരങ്ങൾ നൽകും, പ്രവാചകന്മാരെ നിയോഗിക്കും, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കും. എന്നിട്ട് ജീവിതത്തിൽ ഇതൊന്നും സ്വാധീനിക്കുന്നില്ലെങ്കിൽ അള്ളാഹു തആല അവർക്ക് ചില ഷോക്ക് ട്രീറ്റ്മെന്റുകൾ നൽകിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ശിക്ഷ വന്നെത്തുന്നതിന് മുൻപ് ചെറിയ ചെറിയ ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. ലഅല്ലഹും യർജിഊൻ, അവർ പുനരാലോചന നടത്താൻ വേണ്ടി, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. ഇതൊന്നും ഫലം ചെയ്യാതാകുമ്പോഴാണ് ഈ ഫിറഔനെയും മുൻകഴിഞ്ഞ തലമുറകളെയും പിടികൂടിയതുപോലെ അല്ലാഹു തആല പിടികൂടുക. വല്ലാഹു ശദീദുൽ ഇഖാബ്. ഇതിനെല്ലാം ശേഷം പിന്നീട് അല്ലാഹു തആല അവസരം നൽകുകയില്ല, കഠിനമായി
ശിക്ഷിക്കുക തന്നെ ചെയ്യും. വല്ലില്ലദീന കഫറൂ, നബിയെ താങ്കൾ പറയുക ഈ സത്യനിഷേധികളോട്, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയെ ധിക്കരിച്ചിരുന്ന, കളവാക്കിയിരുന്ന ആ മുശ്രിക്കുകളാണ് ഇവിടെ ആദ്യ അഭിസംബോധിതർ. എന്നാൽ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന എല്ലാ സത്യനിഷേധികൾക്കും ഇത് ബാധകവുമാണ്. നബിയോട് പറയാണ്, താങ്കൾ പറയുക ഈ സത്യനിഷേധികളോട്, സതുഗ്ലബൂന, നിങ്ങൾ അതിജയിക്കപ്പെടുക തന്നെ ചെയ്യും, അഥവാ നിങ്ങൾ തോൽപ്പിക്കപ്പെടും. ഇത് ഈ ലോകത്ത് തന്നെയുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാഗ്ദാനം, ഈ താക്കീത് സത്യമായി പുലരുകയുണ്ടായി. ബദർ യുദ്ധം, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, ഖൈബർ, ഇങ്ങനെ തുടങ്ങിയിട്ട് നിരന്തരമായ യുദ്ധങ്ങളിൽ അവസാനം മക്ക ഫത്ഹിൽ ഹിജ്റ 8-ാം വർഷം ഈ സത്യനിഷേധികളുടെ ഈറ്റില്ലമായിരുന്ന മക്ക തന്നെ ജയിച്ചടക്കുകയുണ്ടായി. സതുഗ്ലബൂൻ, നിങ്ങൾ അതിജയിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ബദർ യുദ്ധം പോലും നടക്കുന്നതിന് മുൻപാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ഇത് അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് ഖുർആനിന്റെ മുഅ്ജിസത്താകുന്നു. മദീനയിൽ കേവലം നബിയും ഏതാനും 1000-ൽ പരിമിതമായ സ്വഹാബികളുമാണ് ഉണ്ടായിരുന്നത്, സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെ. അല്ലാഹു തആല ഈ താക്കീത് നൽകുന്ന സന്ദർഭത്തിൽ, എന്നാൽ മക്ക ഉൾപ്പെടെ അറേബ്യ മുഴുവൻ മുശ്രിക്കുകളായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ മൊത്തം സത്യനിഷേധികളെ കുറിച്ച് ഇവിടെ പറയുകയാണ്, സതുഗ്ലബൂൻ, നിങ്ങൾ അതിജയിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങൾ തോൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ഈ ലോകത്തെ കാര്യമാണ്. പിന്നെയോ വതുഹ്ശറൂന ഇലാ ജഹന്നം, പാരത്രിക ലോകത്ത് നരകത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ബിഇസൽ മിഹാദ്, അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയും എല്ലാം തള്ളിക്കളഞ്ഞവരുടെ സങ്കേതം, അവരുടെ പരിണതി വളരെ മോശമാകുന്നു. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖതാ, പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്, വ്യക്തമായ തെളിവുണ്ട്. ഏതാണ് ഈ പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് സംഘങ്ങൾ? ബദർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ നബിയും 313 വരുന്ന സ്വഹാബികളും, മറുവശത്ത് മക്ക മുശ്രിക്കുകളായ 1000-ഓളം വരുന്ന സൈന്യം. ഈ രണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല അവിടെ പറയുന്നത്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ വിജയിപ്പിക്കാൻ വേണ്ടി, ഇവിടെ സന്മാർഗം നട്ടുപിടിപ്പിക്കാൻ വേണ്ടി. വഉഖ്റാ കാഫിറത്തുൻ, എന്നാൽ മറുപക്ഷമാകട്ടെ സത്യനിഷേധികളാകുന്നു, ധിക്കാരികളാകുന്നു, കൃതജ്ഞരാകുന്നു, അവിശ്വാസികളാകുന്നു. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, പ്രത്യക്ഷത്തിൽ അവരുടെ കണ്ണുകളിൽ ഇരട്ടിയായി അവർക്ക് കാണിക്കപ്പെട്ടിരുന്നു. ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിശദീകരണങ്ങളിലേക്കും പോകുക നമുക്ക് സാധ്യമല്ല. ഒന്ന്, സത്യനിഷേധികളായ ആളുകൾക്ക്, മക്ക മുശ്രിക്കുകൾക്ക് മുസ്ലിം സൈന്യം യഥാർത്ഥത്തിലുള്ളതിന്റെ ഇരട്ടി എന്ന് ഒരു വിശദീകരണം. മറ്റൊന്ന്, അവരുടെ ഇരട്ടി എന്ന് വെച്ചാൽ അവർ 1000-ആണ്, അവർ 2000-ഓളം വരുന്ന വലിയൊരു സൈന്യമായിട്ട് അവർക്ക് കാണിക്കപ്പെട്ടു. അത് അവരുടെ ആത്മവിശ്വാസം ചോർത്താനും അവരെ ഭയചകിതരാക്കാനും വേണ്ടിയാണ്. ഇങ്ങനെ അല്ലാഹു തആല ഈ സത്യനിഷേധികൾക്ക്, സത്യവിശ്വാസികളുടെ സംഘത്തെ ഇരട്ടിയായി കാണിച്ചു കൊടുത്തു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്നവർക്ക് അവന്റെ സഹായം നൽകുന്നു.
അവന്റെ സഹായത്താൽ അവരെ അല്ലാഹു തആല പിന്തുണക്കുന്നു, അവർക്ക് പിൻബലമേകുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉറ്റാലോചിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്ക്, സന്മാർഗം ഉയർത്തിപ്പിടിക്കുന്നവർക്ക്, ഇവിടെ ദീനുൽ ഇസ്ലാമിനെ സംസ്ഥാപിക്കാൻ വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കുന്നവർക്ക്, അതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നും, എത്ര വലിയ സർവായുധ സജ്ജരായ ശത്രു സൈന്യമാണെങ്കിലും, എത്ര ആൾബലമുള്ളവരാണെങ്കിലും അവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് സത്യത്തെ വിജയിപ്പിക്കാൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതിന് ഉൾക്കാഴ്ചയുള്ളവർക്ക്, കാര്യങ്ങൾ കണ്ണു തുറന്ന് കാണുന്നവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ഇനി നേരായ മാർഗത്തിൽ ജീവിക്കുന്നതിന്, സന്മാർഗം സ്വീകരിക്കുന്നതിന് വിഘാതമായി തീരുന്ന ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അക്കമിട്ട് എണ്ണി പറയുകയാണ്. സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ജന്മനാ തന്നെ, ജന്മസിദ്ധമായി മനുഷ്യർക്ക് അങ്ങേയറ്റത്തെ അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? ഹുബ്ബു ശഹവാത്ത്, അവർക്ക് ആസ്വാദ്യതകൾ, ഈ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാനുള്ള ആ വാഞ്ച. ഷഹവാത്ത് എന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അങ്ങേയറ്റം ആസ്വാദ്യകരമായ, രുചികരമായ, കർണാനന്ദകരമായ, അതുപോലെ തന്നെ നല്ല കേൾക്കാൻ സുഖമുള്ളതായ, ഇങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടുള്ള ആ ജീവിതത്തിനാണ് ഷഹവാത്ത് എന്ന് പറയാം. ഇങ്ങനെ ഉള്ള ഷഹവാത്തുകൾ മനുഷ്യന് അലങ്കാരമാക്കി കാണിക്കപ്പെട്ടു. ഇനി ഏതൊക്കെയാണ് ഈ ഷഹവാത്തുകൾ എന്ന് എണ്ണി പറയുകയാണ്. ഹുബ്ബു ഷഹവാത്തി മിനൻ നിസാ, സ്ത്രീ സംസർഗം. ഇവിടെ സ്ത്രീ സംസർഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ 40% വനിതകളാണുള്ളത്. അപ്പൊ അവർ ചിന്തിക്കും, അതെന്താണ് അല്ലാഹു തആല ഇവിടെ സ്ത്രീ സംസർഗത്തെ കുറിച്ച് മാത്രം പറഞ്ഞത്, ഈ അലങ്കാരമാക്കി കാണിച്ച് കൊടുത്തു എന്നതിന്? ഇതെന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് പുരുഷന്മാർ അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിട്ടില്ലേ? ഇത് പലപ്പോഴും പരിശുദ്ധ ഖുർആനെതിരെയുള്ള യുക്തിവാദികളുടെയും മറ്റും ഒരു ആരോപണം കൂടിയാണ്. എന്താന്ന് വെച്ചാല് പരിശുദ്ധ ഖുർആൻ ഒരു പുരുഷ മേധാവിത്വപരമാണ്, ഖുർആൻ ഒരു പുരുഷ വായനയാണ്, സ്ത്രീകൾക്ക് 2ാം സ്ഥാനമേ നൽകുന്നുള്ളൂ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്. അങ്ങനെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായി പറയാവുന്ന ഒരു സംഗതിയാണിത്. ഓക്കെ, ഇവിടെ സ്ത്രീ സംസർഗം മനുഷ്യന് വളരെ അലങ്കാരമാക്കി കാണിക്കപ്പെട്ടു എന്നേ പറയുന്നുള്ളൂ, നേരെ മറിച്ചുള്ളത് ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം. അതിന് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങള് പത്രമാധ്യമങ്ങള്, മീഡിയകളൊക്കെ എടുത്ത് നോക്കിക്കോളൂ. ദിവസം ചുരുങ്ങിയത് ഒരു മലയാള പത്രം എടുത്താല് ഏതാനും സ്ത്രീ പീഡനങ്ങളെങ്കിലും അതിൽ കാണാൻ പറ്റും. ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് കാണാൻ പറ്റുക. ലോകാടിസ്ഥാനത്തിലുള്ള ഒരു സംഗതിയാണ്. എന്നാൽ നേരെ മറിച്ച് ഈ പുരുഷന്മാർ സ്ത്രീകളെ എപ്രകാരം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നുവോ, ഇതേ അളവിൽ നേരെ മറിച്ച് സംഭവിക്കുന്നുണ്ടോ?
അങ്ങനെ വാർത്തകൾ വരാറുണ്ടോ? വളരെ അപൂർവമാണ് സംഭവം. അപ്പൊ ശരിക്കും പറഞ്ഞാല് സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കുന്നത് പോലെ സ്ത്രീകളെ പുരുഷന്മാരും ആകർഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്ത്രീകൾക്കും അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ രണ്ടും രണ്ട് കോലത്തിലാണ്, രണ്ടിനും രണ്ട് സ്കെയിലാണ്. സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കുന്ന അതേ ലെവലിലല്ല പുരുഷന്മാർ സ്ത്രീകളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യ പ്രകൃതി അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിശുദ്ധ വേദഗ്രന്ഥം അവതരിപ്പിക്കുമ്പോൾ ഈ മനുഷ്യ പ്രകൃതി അതിൽ ഉണ്ടാകണം. അപ്പൊ ഇവര് ഖുർആനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതും ഇത് അമാനുഷികമാണ്, ഇത് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യ പ്രകൃതി അറിയുന്ന അല്ലാഹു തആലാന്റെ കിതാബാണ് എന്നതിലേക്കുള്ള ഒരു തെളിവാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നാം നമ്മുടെ വിശേഷ ബുദ്ധി അല്പം ഉപയോഗപ്പെടുത്തണം. ഖുർആന്റെ കാര്യത്തെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് ഒരായത്തിൽ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ ഖുർആനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലയോ, പര്യാലോചന നടത്തുന്നില്ലയോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അല്ല അവരുടെ ഹൃദയത്തിൽ വല്ല മൂടികളുണ്ടോ ഇവർക്ക് ചിന്തിച്ച് ഗ്രഹിക്കാൻ അവരെ തടയുന്ന, അതിന് അവർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരുടെ ഹൃദയത്തിന് മൂടികൾ ഇട്ടിട്ടുണ്ടോ എന്ന് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നു. ഖുർആനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് എന്ന് അല്ലാഹു തആല ആവർത്തിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, മനുഷ്യന് സ്ത്രീകൾ അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ മറിച്ചും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കാൻ സാധിക്കും. അതും ഇതും രണ്ട് തലത്തിലാണ് എന്ന് ചുരുക്കം. ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന, സന്താനങ്ങളും മനുഷ്യന് അല്ലാഹു തആല അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും എല്ലാം കൂമ്പാരങ്ങൾ അഥവാ സമ്പൽ സമൃദ്ധി, സമ്പത്തിന്റെ അടിസ്ഥാനമായി അതിന്റെ മൂല്യം അളക്കാനുള്ള ഉപാധിയായി എക്കാലത്തും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്, മനുഷ്യൻ നിശ്ചയിച്ചിട്ടുള്ളത് അഥവാ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് സ്വർണവും വെള്ളിയും ഒക്കെയാണ്. ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. സ്വർണം ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും കറൻസികൾക്ക് മൂല്യശോഷണം ഉണ്ടാകുമ്പോൾ സ്വർണത്തിന്റെ കാര്യമാണ് അവിടെ വരിക. സ്വർണത്തിന് വില കൂടും. കാരണം ഈ സ്വർണം വാരിക്കൂട്ടും അപ്പോൾ ആളുകൾ. കാരണം എന്നെന്നും മൂല്യം നിലനിൽക്കുന്ന സംഗതിയാകുന്നു സ്വർണം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, മണ്ണും പൊന്നും ചതിക്കൂല. അപ്പോൾ അല്ലാഹു തആല സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനമായി സ്വർണമാണ് പരിശുദ്ധ ഖുർആനിൽ പറയാറുള്ളത്. ഇതിലും ശരിക്കു പറഞ്ഞാൽ ഒരു മുഅ്ജിസത്തുണ്ട്, അമാനുഷികതയുണ്ട്. കാരണം ഈ ഖുർആൻ അവതരിച്ച കാലത്ത് അല്ലാഹു തആല ഈ കാര്യം പറഞ്ഞു സ്വർണത്തെക്കുറിച്ച്. ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല എന്ന് സ്ഥാപിക്കാൻ, ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് സമർത്ഥിക്കാൻ ഈ സ്വർണത്തിന്റെ അമൂല്യത, സ്വർണത്തെ സമ്പത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മനുഷ്യരുടെ ഈ നിർണയം ഇതങ്ങോട്ട് ഇല്ലാതായാൽ മതി. നബിയുടെ കാലത്ത് സ്വർണം അമൂല്യമായിരുന്നു. അത് അപൂർവമായേ ഉണ്ടാവുള്ളൂ. ഉള്ളത് അത് ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർണമാക്കാൻ കുറെ അധ്വാന പരിശ്രമങ്ങൾ ആവശ്യമാണ്. ആ നിലക്ക് അത് നിലയും വിലയുമുള്ളതായി തീർന്നു എന്ന് കണക്ക് കൂട്ടാം. അത് വെച്ചിട്ട് ആ കാലത്ത് ജീവിച്ച ഒരാൾക്ക് ഗ്രന്ഥം രചിക്കുകയൊക്കെ ചെയ്യാം.
ഇത് അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, ഈ ലോകത്ത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. എന്തെല്ലാം റിസോഴ്സസ് പുതുതായിട്ട് കണ്ടെത്തുന്നു. ആ കാലത്തൊന്നുമില്ലാത്ത എണ്ണ പിന്നീട് കണ്ടെത്തി, പലതും കണ്ടെത്തി. എന്നതുപോലെ സുലഭമായി സ്വർണം അങ്ങോട്ട് കണ്ടെത്തി. മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ അത് കുറഞ്ഞ ചെലവിൽ സംസ്കരിക്കാനുള്ള വിദ്യ മനുഷ്യൻ സ്വായത്തമാക്കി എന്ന് സങ്കല്പിക്കുക. സ്വർണത്തിന് ഇപ്പോഴുള്ള മൂല്യമുണ്ടാകുമോ? വിലയുണ്ടാകുമോ? നിലയുണ്ടാകുമോ? ഉണ്ടാകൂല. പക്ഷെ ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. എന്നല്ല, നാൾക്ക് നാൾ അതിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരു പവൻ സ്വർണത്തിന് 350 രൂപയായിരുന്നു. എനിക്ക് 8 പെങ്ങന്മാരാ. ഈ പെങ്ങന്മാരെ, എൻ്റെ മൂത്തതാണ് 6 പേര്. പെങ്ങന്മാരെയൊക്കെ കെട്ടിക്കുന്ന സമയത്ത് സ്വർണം വാങ്ങുമ്പോഴൊക്കെ ഉള്ള സംഗതികൾ ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. 350 റുപ്യ ഒരു പവന്. ഇപ്പൊ എത്രയാ? 70,000. എത്ര ഇരട്ടിയാണ്? ഇനി നമ്മൾ അത് കുറയാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷെ അങ്ങനെ നിലനിൽക്കും കുറച്ചു കാലം, പിന്നെ കൂടും. ഓക്കെ, ഇതെങ്ങാനും ഈ സ്വർണത്തിന്റെ അമൂല്യത അങ്ങില്ലാതായി കഴിഞ്ഞാൽ ഈ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല എന്ന് വന്നു. പക്ഷെ വരില്ല. കാരണം ഈ ഭൂമുഖത്ത് സ്വർണം സൃഷ്ടിച്ചിട്ടുള്ള അതിന്റെ സംസ്കരണം വളരെ അധ്വാനകരമായ പരിശ്രമത്തിലൂടെ മാത്രം സാധിക്കുന്ന ഒന്നാക്കി അല്ലാഹു തആല നിലനിർത്തിയിരിക്കുന്നു. സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ഇനി അതിന് വിരുദ്ധമായ സംഗതി ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ഈ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നതിന്റെ ഒരു അമാനുഷികത കൂടിയാകുന്നു ഇത്. ഈ ഒരാഴ്ചയിൽ മാത്രമല്ല സ്വർണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഇതേ രൂപത്തിൽ തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും, ഇത് സമ്പത്താർജിക്കുക എന്നത്, അതിന്റെ അടിസ്ഥാനമായ സ്വർണവും വെള്ളിയും ഒക്കെ മനുഷ്യനെ അലങ്കാരമാക്കി അല്ലാഹു തആല കാണിച്ചിരിക്കുന്നു. ഇനി വൽ ഖൈലിൽ മുസവ്വമ, അതുപോലെ തന്നെ മെത്തരം കുതിരകൾ. കുതിരകൾ എന്ന് പറയുമ്പോൾ കുതിര അത്ര വലിയൊരു സമ്പത്താണോ എന്ന് നമ്മൾ ചിന്തിക്കും. നബിയുടെ കാലത്ത് ആയിരുന്നിരിക്കാം എന്ന് നമ്മൾ പറയും. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി, സവാരിക്ക് വേണ്ടി, അതുപോലെ തന്നെ മനുഷ്യർ, സമ്പന്നരായ ആളുകൾ അവരുടെ പ്രൗഢിയും പ്രതാപവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ കുതിരകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കാലത്ത് അതിന് പ്രസക്തിയുണ്ടോ? ഇപ്പൊ യുദ്ധരംഗത്ത് കുതിര ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ. ഇന്ന് ആധുനിക ഉപകരണങ്ങളല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സംഗതിക്ക് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്നെന്നും നിലനിൽക്കും. പല രാജ്യങ്ങളിലും, അത് തന്നെ സാമ്രാജ്യ ശക്തികളായ രാജ്യങ്ങൾ, ഇനി അതല്ല സമ്പന്നരായ ആളുകൾ, അവരൊക്കെ തങ്ങളുടെ പ്രൗഢി പ്രകടിപ്പിക്കാൻ ഇന്നും കുതിരയും കുതിരപ്പന്തിയും എല്ലാം കൊണ്ട് നിലനിർത്തുന്നതായി കാണാൻ സാധിക്കും. അത് തങ്ങളുടെ പത്രാസിന്റെയും പ്രൗഢിയുടെയും ഒക്കെ സിമ്പലായിട്ടാണ് അവർ കാണുന്നത്. നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ അവിടുത്തെ രാജകുടുംബത്തിന്റെ കൊട്ടാരങ്ങളോടനുബന്ധിച്ച് കുതിരകളുണ്ട്. ആ കുതിരകളെ മേയ്ക്കാൻ വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട പരിചാരകരുണ്ട്. നമ്മുടെ ഡയാന രാജകുമാരിയൊക്കെ ഉള്ള കാലത്ത് വന്ന ചില വാർത്തകളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നല്ലൊരു വാർത്തയൊന്നുമല്ല. അവിടുത്തെ കുതിരയെ പരിചരിക്കുന്ന ഒരാളുമായി അവർക്കിപ്പോൾ അത് ഹറാം വരാനുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ അത് വലിയ ഒരു സംഗതിയൊക്കെ ആയ വിഷയം. ചാൾസ് രാജകുമാരൻ അവരുമായി അകലാന് ഇങ്ങനെയുള്ള കുറെ സംഗതികൾ കാരണമായിട്ടുണ്ട് എന്നൊക്കെ നമ്മളത് വാർത്ത വായിച്ചതാ. സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പൊ കുതിര ഇന്നും, ഇനി നമ്മുടെ രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വേണ്ടി വരാറുള്ളത് കുതിര സവാരി നടത്തിക്കൊണ്ടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതാനും വർഷം മുമ്പ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇംഗ്ലണ്ടിലൊക്കെ അതങ്ങനെയാണ്.
അവിടുത്തെ രാജാക്കന്മാരും രാജ്ഞിയുമൊക്കെ അതിൽ സഞ്ചരിക്കാറുണ്ട്. അഥവാ മനുഷ്യന് അലങ്കാരമാക്കി കാണിക്കപ്പെട്ടു എന്ന് അല്ലാഹു തആല കുതിരയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നും വാലിഡാണ്, ഇന്നും നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. ഇനി വൽ അൻആമി, കാലികൾ, കാലി സമ്പത്ത്, ഇത് അന്നത്തെ പോലെ ഇന്നും മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും കാലി സമ്പത്തുണ്ട് എന്ന് നമുക്കറിയാം. വളരെ വികസിതമായ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ വിപുലമായ ക്ഷീര വ്യവസായം നിലനിൽക്കുന്നതായി നമുക്ക് കാണാം, നമുക്കറിയാം. പലപ്പോഴും അവിടെ നിന്നാണ് ക്ഷീരോൽപ്പന്നങ്ങളൊക്കെ ഈവൻ മിഡിൽ ഈസ്റ്റിലേക്ക് പോലും ഇറക്കുമതി ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള കുവൈത്തും സൗദി അറേബ്യയും ഒക്കെ ആയിരക്കണക്കിന് വരുന്ന കാലികളെ വളർത്താൻ വേണ്ടി വലിയ വലിയ ഫാമുകൾ അവിടെ സജ്ജീകരിച്ചതായി കാണാൻ സാധിക്കും. പല ഗൾഫ് രാജ്യങ്ങളിലും സ്വന്തം രാജ്യത്തെ ഉപയോഗത്തിൽ ഉപരി മറ്റു രാജ്യങ്ങളിലേക്ക് പാലും പാലുൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നതായി നമുക്കറിയാം. നിങ്ങളൊക്കെ ജീവിക്കുന്ന കുവൈത്തിലെ അൽ മറായിയൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പോൾ കാലി സമ്പത്ത് വലിയൊരു സമ്പത്താണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ കല്യാണം ആലോചിക്കുമ്പോ നോക്കിയിരുന്നത് എന്താണ്? കല്യാണം ആലോചിക്കുമ്പോ വന്നിട്ട് നോക്കുക തൊഴുത്താണ്. തൊഴുത്ത് ഒന്ന്, തൊഴുത്തിൽ എത്ര കാലികളുണ്ട്, പശുക്കൾ, എരുമകൾ, പോത്തുകൾ. അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഈ ഗൾഫ് അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ വന്നു കഴിഞ്ഞ ശേഷമാണ് അതിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വീടുകളിൽ കാലികളെ വളർത്തുന്ന ആ സംഗതി മാറിയെങ്കിലും അതിപ്പോ ഫാമുകളും മറ്റുമായി വികേന്ദ്രീകരിക്കപ്പെട്ടു. രണ്ടായാലും ഈ കാലികളെ, ആടുമാടൊട്ടകങ്ങളെ മനുഷ്യർക്ക് അല്ലാഹു തആല അലങ്കാരമാക്കി കാണിച്ചു എന്നത് ഇപ്പോഴും അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. ഇനിയോ വൽ ഹർസ്, കൃഷി. അത് പഴങ്ങളാവാം, പച്ചക്കറികളാവാം, ധാന്യങ്ങളാവാം, എന്തോ ആവട്ടെ, കൃഷി അത് മനുഷ്യർക്ക് അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മുഖ്യമായി മനുഷ്യരെ ആകർഷിക്കുന്ന, മനുഷ്യർ സ്വായത്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യൻ ആസ്വദിക്കാനും അനുഭവിക്കാനും ഇഷ്ടപ്പെടുന്ന ഏതാനും സംഗതികളാണ് അല്ലാഹു തആല ഇവിടെ എടുത്തു പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ ശേഷം അല്ലാഹു തആല പറഞ്ഞു, അതെല്ലാം ഐഹിക ജീവിതത്തിലെ നൈമിഷിക വിഭവങ്ങളാകുന്നു. ഇതെല്ലാം ഉപേക്ഷിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഉപേക്ഷിക്കണം എന്നല്ല, അതെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നാണ് അല്ലാഹു തആല. നമുക്കറിയാമല്ലോ, ഇപ്പോ ആദ്യം തന്നെ ഈ ഹുബ്ബു ഷഹവാത്തി മനുഷ്യർക്ക് അലങ്കാരമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് അന്നിസ, സ്ത്രീകളെയാണ്. എന്താണ് ആ വിഷയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്? തീർച്ചയായും അല്ലാഹു തആല നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് ആ ഷഹവാത്ത് മനുഷ്യന് അനുഭവിക്കാം. നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ഷഹവാത്ത് തീർച്ചയായും അവർക്ക് അനുഭവിക്കാം, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം. ഇതൊന്നും നിഷിദ്ധമായ സംഗതിയല്ല. തുടർന്ന് പറയുന്നതും സമ്പത്താർജിക്കുക എന്നത്, അത് അനുഭവിക്കുക എന്നത് മനുഷ്യന് സൗകര്യപ്രദമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതാണല്ലോ. സത്യവിശ്വാസിയുടെ സൗഭാഗ്യങ്ങൾ 3 അതിലൊന്ന് ബൈത്തുൽ വാസിയ, വിശാലമായ ഒരു ഭവനം, അവന് അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു വീട്, അത് തീർച്ചയായും സൗഭാഗ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയത്. അതുപോലെ തന്നെ ഗതാഗത യോഗ്യമായ വാഹനം. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് നിർണയിക്കാം. ഒരാൾക്ക് ഒരു ഫുൾ ഓപ്ഷൻ ഇനോവ വാങ്ങാം, അതല്ലെങ്കിൽ നമ്മുടെ അഫീസാഹിനെ പോലെ ഒരു ഫോർച്യൂണർ ഒക്കെ വാങ്ങാം. ഇനിയിപ്പോ അതിനൊന്നും കഴിയാത്തവർക്ക് ഒരു ആൾട്ടോ 800 തൃപ്തിപ്പെടാം. ഈവൻ നാനോ വാങ്ങി ഉപയോഗിക്കുന്നവരും
നമ്മുടെ ഈ ക്ലാസ്സിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഗതാഗത യോഗ്യമായ ഒരു വാഹനം അങ്ങനെ തുടങ്ങിയിട്ട് നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ, അല്ലാഹു തആലയുടെ കൽപ്പനയാണ്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ആഹരിച്ചു കൊള്ളുക. അപ്പൊ ഇതൊന്നും അല്ലാഹു തആല നിഷിദ്ധമാക്കിയതല്ല, മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ്. സൂറത്തുൽ ആറാഫിൽ അല്ലാഹു തആല ചോദിക്കുകയുണ്ടായി, നബിയെ താങ്കൾ ചോദിക്കുക, മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദി, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാർക്ക് ഉപയോഗപ്പെടുത്താൻ, അനുഭവിക്കാൻ, അവർക്ക് ആനന്ദിക്കാൻ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള വിശിഷ്ട പദാർത്ഥങ്ങൾ നിഷിദ്ധമാക്കിയത് ആരാണ് എന്ന് അല്ലാഹു തആല ചോദിച്ചു. ഇവിടെ ആരെങ്കിലും നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുരോഹിതന്മാരാണ്. അത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും പ്രവാചകന്മാരുടെ മാതൃകയും പിന്തുടരാത്തവരാണ്. അല്ലാഹു തആല അതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നൈമിഷികമായ ജീവിത വിഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നെന്നും ഇത് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ജീവിതത്തിന് കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെയാണ് അനശ്വര ജീവിതം. ഇവിടെ പ്രകാരം ജീവിച്ചുവോ അതിനനുസരിച്ചാണ് അവിടെ നമുക്ക് അള്ളാഹുവിന്റെ വിജയം, സ്വർഗം ലഭിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഇത് ഐഹിക ജീവിതത്തിലെ നൈമിഷിക വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിലാകുന്നു ഏറ്റവും നല്ല പ്രതിഫലവും നല്ല പരിണതിയും സ്വർഗവുമുള്ളത്. അത് ലക്ഷ്യമാക്കിക്കൊണ്ട്, ലാക്കാക്കിക്കൊണ്ട് ജീവിക്കണം. മറിച്ച് ഈ അലങ്കാരമാക്കിക്കൊണ്ട് കാണിക്കപ്പെട്ട സ്ത്രീകളാവട്ടെ, അല്ലെങ്കിൽ സമ്പത്താവട്ടെ, അതല്ലെങ്കിൽ കാര്യസമ്പത്താവട്ടെ, കൃഷിയാവട്ടെ, എന്തോ ആവട്ടെ, ഇതിന് വേണ്ടി ജീവിക്കുകയും അത് സമ്പാദിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുകയും അങ്ങനെ പാരത്രിക ജീവിതത്തെക്കുറിച്ച് വിസ്മരിക്കുകയും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വിജയപാതയ്ക്ക് വിഘാതമാക്കുന്ന, നാളെ പാരത്രിക ലോകത്ത് നഷ്ടം പിണയുന്നവരാകുന്ന രൂപത്തിൽ ഇതിൽ കെട്ടുപിണഞ്ഞുകൊണ്ട് ജീവിക്കരുത് എന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇനി 15-ാമത്തെ ഒരായത്ത് കൂടി വിവരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഖുൽ, നബിയെ പറയുക, ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഈ അലങ്കാരമാക്കിക്കൊണ്ട് കാണിക്കപ്പെട്ട ഇവയെക്കാളുമൊക്കെ ഖൈറായ ഒരു സംഗതി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ലില്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഹൈറായത് എന്താണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂന്തോപ്പുകളാകുന്നു അത്. ഖാലിദീന ഫിഹാ, അതിൽ അവർ ശാശ്വതവാസികളായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇട്ടെറിഞ്ഞു പോകേണ്ടി വരും. 3 കഷ്ണം തുണി മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വഅസ്വാജും മുതഹ്ഹറ, പരിശുദ്ധങ്ങളായ ഇണകൾ, അതും അവർക്ക് അല്ലാഹു തആല അവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. അതാകുന്നു ഖൈർ. പരിശുദ്ധകളായ ഇണകൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് സ്ത്രീകൾക്കുള്ള നമസ്കാരം ഉപേക്ഷിക്കേണ്ടി വരുന്ന, പരിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള യാതൊരു സംഗതികളും സ്വർഗീയ വനിതകൾക്ക് ഉണ്ടാകുകയില്ല. ഈവൻ മലമൂത്ര വിസർജനാദി സംഗതികൾ പോലും സ്വർഗത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ഇല്ല. സ്വർഗത്തിലെ ആഹാരം, അത് നമുക്കറിയാം, ബഹിരാകാശ യാത്രികര് അവര് വിസർജ്യമൊന്നുമില്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക എന്നാണ്. ഈ ലോകത്ത് തന്നെ മനുഷ്യൻ അങ്ങനെയുള്ളതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിസർജ്യമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങള്, ഭക്ഷ്യപാനീയങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് പുറന്തള്ളുന്നത് വിയർപ്പിലൂടെയാണ്.
ഈ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും സംഗതി പുരുഷന്മാർക്കും ബാധകാണെങ്കിലും ആ പുരുഷന്മാരെ കാര്യം ഇവിടെ പറയുന്നില്ല. വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്കവിടെ പരിശുദ്ധകളായ സ്ത്രീകളെയാണ് അല്ലാഹു തആല, സ്വർഗീയ വനിതകളെയാണ് ഒരുക്കിയിട്ടുള്ളത്. മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല, പറയേണ്ടതില്ലാത്തത് കൊണ്ടാണ്. കാരണം അത് സ്വയം മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. ഇവിടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ പുരുഷ സൗന്ദര്യം വർണ്ണിക്കാൻ അധികമാരും മെനക്കെടാൻ നിൽക്കാറില്ല. സ്ത്രീ സൗന്ദര്യമാണ് വർണ്ണിക്കുക. കല്യാണത്തിന് പോയി കഴിഞ്ഞാല് ആരെ കാണാനാണ് ഓഡിറ്റോറിയത്തില് എല്ലാരും ഇങ്ങനെ ഇരിക്കാറുള്ളത്? പുതുപെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പുതുപെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് സംസാരിക്കപ്പെടുക. കല്യാണത്തിന് പോയി എന്നിട്ട് പുതിയാപ്പിള ചൊറുക്കുണ്ടായിരുന്നില്ല, ഒന്നറിഞ്ഞ കറുത്തിട്ടാണ്, ആരെങ്കിലും പറയാറുണ്ടോ? വല്ലപ്പോഴും വല്ലവരും പറഞ്ഞേക്കാം. പക്ഷെ പൊതുവായ അവസ്ഥ എന്താണ്? പുതുപെണ്ണിനെ കുറിച്ചാണ് പറയുക, പുതുപെണ്ണിനെ കുറിച്ചാണ് പറയുക. അപ്പൊ എന്താണ്, എന്താപ്പത്? പിന്നെ പുതുപെണ്ണ് പെണ്ണാണെങ്കിൽ കല്യാണം കഴിക്കണോ? ആണല്ലേ? അവനെ പോയി കുറിച്ച് എന്താ പറയാത്തത്? ഓന്റെ നിറവും ചേരും എന്താണ് ആരും ചോദിക്കാത്തത് എന്നാരെങ്കിലും പറയാറുണ്ടോ? പറയില്ല. ആ പറയുന്നവൻ പോഴത്തക്കാരനാണ്. കാരണം മനുഷ്യ പ്രകൃതി അങ്ങനെയാണ്. ഈ മനുഷ്യ പ്രകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു തആല പറയുമ്പോ തീർച്ചയായും അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന, അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലാണ് അല്ലാഹു തആല കാര്യങ്ങൾ പറയുക. വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്ക് അവിടെ പരിശുദ്ധങ്ങളായ ഇണകളുണ്ട്. വരിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി, പൊരുത്തം, റിളയും ഉണ്ട്. ഏറ്റവും വലിയ സംഗതി അതാണ്, അല്ലാഹു തആലയുടെ പ്രീതി, പൊരുത്തം. പരിശുദ്ധ ഖുർആനിൽ വേറെ ആയത്തിൽ കാണാൻ പറ്റും, അള്ളാഹുവിന്റെ പൊരുത്തം അതാകുന്നു ഏറ്റവും വലുത്, അക്ബർ. ബാക്കിയെല്ലാം നിഷ്പ്രഭമാണ്. ഈ അള്ളാഹുവിന്റെ പൊരുത്തവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ സ്വർഗാവകാശികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? അല്ലാഹു തആല ചോദിക്കും, അല്ലയോ എന്റെ ദാസന്മാരെ, നിങ്ങൾക്കിനി എന്തെങ്കിലും വേണോ? കൂടുതലായിട്ട് നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? അപ്പോൾ സ്വർഗവാസികൾ ഒന്നടങ്കം ഉത്തരം പറയും, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി എന്ത് വേണം? നീ ഞങ്ങൾക്ക് ഈ അനുഗ്രഹ ഭവനമായ സ്വർഗം നൽകി, ഞങ്ങളുടെ മുഖങ്ങൾ നീ പ്രഭാപൂരിതമാക്കി, പ്രസന്നമാക്കി, ഈ കണ്ട അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി, ഇനി ഞങ്ങൾക്ക് എന്തു വേണം? ഇത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബ് അങ്ങോട്ട് ഉയർത്തും. അല്ലാഹു തആല എല്ലായ്പ്പോഴും എല്ലായിടത്തുമുണ്ട്. നമ്മുടെ കണ്ടനാടിയേക്കാൾ അല്ലാഹു തആല സമീപസ്ഥനാണ്. പക്ഷെ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അല്ലാഹു തആല ഒരു ഹിജാബ് ഇട്ടിരിക്കുകയാണ്. ആ ഹിജാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ച് ഉയർത്തും. അങ്ങനെ അവർ അള്ളാഹുവിനെ കൺകുളിർക്കെ കാണും. അള്ളാഹുവിനെ കാണുന്നതോടുകൂടി സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അവർ വിസ്മരിച്ചു പോകും. അതൊന്നും ഒന്നുമല്ലാത്തതായി അവർക്ക് തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നതാണ് സ്വർഗത്തിലെ സജ്ജനങ്ങളായ ആളുകൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളൊക്കെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മഹാന്മാരായ അങ്ങേയറ്റത്തെ മുഖറബീങ്ങളായ ആളുകളൊക്കെ തന്നെ സ്വർഗമല്ല അവർ ലക്ഷ്യം വെക്കുന്നത്. അവർ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ റിളവാൻ, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവർക്കാണ് അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കുക. അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവർക്ക് അള്ളാഹു തആല നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാകുന്നു അള്ളാഹുവിനെ കാണാനുള്ള അവസരം. അതാണ് മഹാന്മാരായ മുഖറബീങ്ങളായ ആളുകളൊക്കെ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് നാമും ആ തലത്തിലേക്ക് ഉയരണം. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ, ഇൽമിന്റെ ദറജ അനുസരിച്ചാണ് ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുക.
പരിശുദ്ധ ഖുർആനുമായുള്ള നിരന്തര ബന്ധത്തിലൂടെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, അതിന്റെ ആശയം ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇൽമിന്റെ പടവുകൾ കയറിക്കൊണ്ട് മാത്രമേ ആ ദർജയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വരിദ്വാനും മിനല്ലാഹ്, അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം ഏറ്റവും വലുത് അതാകുന്നു. അതാണ് ഈ ഹുബ്ബു ഷഹവാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞ ഇതിനേക്കാളൊക്കെ ഹൈറായത്. അതെല്ലാം നൈമിഷികമായ ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രം. അതിനു വേണ്ടി ആവരുത് നിങ്ങൾ ജീവിക്കുന്നത്, അതിനു വേണ്ടി ആയിരിക്കരുത് നിങ്ങളുടെ അധ്വാന പരിശ്രമങ്ങളെല്ലാം. അതിന്റെ സ്ഥാനം മാത്രം നൽകിക്കൊണ്ട് അതിനേക്കാൾ ഹൈറായ ഇത് സ്വായത്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു തആല അവന്റെ ദാസന്മാരെ നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ പറയാൻ കാര്യം? ആർക്കാണ് ഈ പറഞ്ഞ സംഗതികൾ, ഈ സ്വർഗത്തിലെ മഹാ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ അമൂല്യമായ ഈ ദർശനം, ഇതിനൊക്കെ അർഹതയുള്ളത്? ആരാണ് അതിന്റെ അവകാശികൾ? ആർക്കാണത് ലഭിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെ അല്ലാഹു തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ഒരു CCTV ക്യാമറക്ക് മുൻപിൽ എന്ന പോലെ അള്ളാഹുവിന്റെ മുൻപിലുണ്ട്. അത് അല്ലാഹു തആല അനുനിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കണ്ടും കേട്ടും കൊണ്ടാണ് ആർക്കാണ് ഈ മഹത്തായ അനുഗ്രഹം നൽകേണ്ടത് എന്ന് അല്ലാഹു തആല തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തവും അവനെ കാണാനുള്ള അസുലഭമായ അമൂല്യമായ ആ മഹാസൗഭാഗ്യവും ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 1 മണിക്കൂറും 10 മിനിറ്റും ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോ വിവരിക്കാൻ സാധിച്ചത് ആയത്ത് 8 മുതൽ 15 വരെ. ഇത് ഇങ്ങനെ വിവരിക്കാതെ മുന്നോട്ട് പോയിട്ട് വെറുതെ കവർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിവരിക്കേണ്ട സംഗതികൾ വിവരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മള് 5 ക്ലാസ് എന്നാണ് പറഞ്ഞത്. അത് ഏതാനും ക്ലാസ് ചിലപ്പോൾ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇനി ആ 100 ആയത്ത് കവർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശദീകരണം എത്തുന്നിടത്ത് എത്തിയിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ബാക്കിയുള്ളത് നിങ്ങൾ തഫ്സീർ നോക്കിക്കൊണ്ട് മനസ്സിലാക്കുക. അത് മാത്രമേ നമ്മുടെ മുൻപിൽ പരിഹാരമുള്ളൂ. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് പ്രകാരം അമൽ ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും ഹൈറായവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിന്റെ അഴിയാൽ കുടുംബക്കാർ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.